ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് HTML സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്താണ് HTML ആൻഡ് എന്തിനാണ് HTML എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് HTML? HTML is hypertext markup language used to create a structure of a website. In 1991, Tim Berners-Lee created HTML. ഓക്കെ, അപ്പൊ HTML എന്ന് പറയുന്നത് ഒരു ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ HTML യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1991 ടിം ബേർണേഴ്സ്ലി എന്ന കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് HTML ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, നമ്മൾ പറഞ്ഞു HTML എന്ന് പറയുന്നത് ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്ന്. എന്താണ് ഈ മാർക്കപ്പ് ലാംഗ്വേജ്? ഈ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗസറിൽ നമ്മൾ കണ്ടന്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ മാർക്കപ്പ് ലാംഗ്വേജ് സീരീസ് ഓഫ് ടാഗ്സ് ആൻഡ് എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ലോജിക്കൽ ഫങ്ഷണാലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഷൻസ് കാര്യങ്ങളും ചെയ്യാണ്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കണ്ടന്റും കാര്യങ്ങളും എങ്ങനെ ടെക്സ്റ്റ് കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെ നമ്മുടെ ബ്രൗസറിൽ കാണണം, എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ലാംഗ്വേജ് ആണ് ഈ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. HTML5 ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, HTML ഒരു ഡോക്യുമെന്റ് ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ ഡയറക്ട്ലി നമുക്ക് ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റും. അതായത് ഒരു നോർമൽ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ് HTML എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാനും അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനും വളരെ സിമ്പിൾ ആയിരിക്കും. HTML യൂസ് ചെയ്ത് വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, HTML പഠിച്ചു കഴിഞ്ഞാൽ ഒരു വെബ് ഡെവലപ്മെന്റ് ആവശ്യമായിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ്, ആംഗുലർ, PHP, റിയാക്ട് എന്നീ ഡെവലപ്പിംഗ് ടൂൾസ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഇനി HTML പഠിക്കുന്നതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു വെബ് ബ്രൗസറും അതുപോലെ തന്നെ കോഡ് എഡിറ്ററും വേണം. വെബ് ബ്രൗസർ എന്ന് പറയുന്നത് നമുക്കറിയാം ക്രോം, ഫയർഫോക്സ് അങ്ങനെ എക്സെട്ര നമുക്ക് ഒരുപാട് വെബ് ബ്രൗസേഴ്സ് വരുന്നുണ്ട്. ദെൻ കോഡ് എഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നോട്ട് പാഡ്, സബ്ലൈം, VS കോഡ്, ആറ്റം അങ്ങനെ ഒരുപാട് നമുക്ക് കോഡ് എഡിറ്റേഴ്സ് വരുന്നുണ്ട്. നമ്മളിവിടെ വെബ് ബ്രൗസർ ആയിട്ട് ക്രോം ആണ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് കോഡ് എഡിറ്റർ ആയിട്ട് നമുക്ക് VS കോഡ് ആണ്. നമുക്ക് നോട്ട് പാഡിലും ഒക്കെ ചെയ്യാം. നമ്മളിവിടെ VS കോഡ് ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്രോം നമ്മുടെയൊക്കെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. നമുക്ക് ഇനി അടുത്തത് വേണ്ടത് ഒരു കോഡ് എഡിറ്റർ ആണ്. കോഡ് എഡിറ്റർ ആയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് VS കോഡ് ആണ്. അതായത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ജസ്റ്റ് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ അടിച്ചു കൊടുക്കുക. വിഷ്വൽ സ്റ്റുഡിയോ നമുക്ക് അതിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, മാക് ആണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. എന്റേതിൽ ഓൾറെഡി VS കോഡ് ഇൻസ്റ്റാൾഡ് ആണ്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിൽ VS കോഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓൾറെഡി നമ്മൾ VS കോഡിന്റെ ഇൻസ്റ്റാളേഷനും പാർട്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ HTML ഇൻട്രൊഡക്ഷനും ഇൻസ്റ്റാളേഷനും നമ്മൾ ഇന്ന് പറഞ്ഞു. HTML ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് HTML ബാക്കി ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.